വായിക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോബിയാണ്. അങ്ങനെ വായിക്കുന്നതിൻ്റെ ഇടയിൽ തെളിഞ്ഞ ഒരു വാക്കാണ് അഘോരി സന്യാസി സമൂഹം. അപ്പോൾ അതിനെപ്പറ്റി അറിയാൻ ഞാൻ കൂടുതലായി ഒന്ന് ശ്രമിച്ചു. അങ്ങനെ ഞാൻ വായിച്ച അറിവുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഭാരതത്തിലെ അഘോരി സന്യാസി സമൂഹത്തിൻ്റെ ഉൽപ്പത്തിക്ക് ഏകദേശം 5 സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ടെന്ന് കരുതുന്നു. നിഷ്ഠ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും അഘോരമാർഗം മറ്റു സന്യാസി സമൂഹങ്ങളുടെ രീതിയിൽ നിന്ന് വിഭിന്നമാണ്. അഥർവവേദത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന ക്രൂരനായ സുമന്തമുനിയിൽ നിന്നാണ് ഈ വേദങ്ങളുടെ അത്ഭുതപരമായ ശക്തികളെക്കുറിച്ച് പുറംലോകം അറിഞ്ഞു തുടങ്ങിയത്. പിന്നീട് സുമന്തമുനിയുടെ പരമ്പരയിൽ നിന്ന് അഘോരികൾ ഇന്ന് ആരാധിക്കുന്ന പരമഗുരുവായ സന്യാസിനി ഭൈരവി ബ്രാഹ്മണി ഈ വിദ്യകൾ സ്വായത്തമാക്കുകയും തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് പകർന്നു നൽകുകയും ചെയ്തു. അഥർവവേദത്തിൻ്റെ അനന്ത സാധ്യതകൾ ഭൈരവി കണ്ടെത്തുകയും അത് വികസിപ്പിക്കുകയും ചെയ്തു. ശ്രീരാമകൃഷ്ണ പരമഹംസർ അഥർവവേദങ്ങൾ, അതിൻ്റെ മൂലവേദങ്ങൾ തുടങ്ങിയവ അഭ്യസിച്ചത് ഈ സന്യാസിനിയിൽ നിന്നുമാണ്. നീണ്ട താടിയും ജടപിടിച്ച മുടിയും ശരീരം ആസകലം ചുടലഭസ്മം പൂശി ഒരു കൈയിൽ തൃശൂലവും മറുകൈയിൽ തലയോടും പിടിച്ചു നിൽക്കുന്ന ഇവരാണ് അഘോരികൾ എന്ന പേരിൽ നാം അറിയപ്പെടുന്നത്. എന്നാൽ ഇവരല്ല യഥാർത്ഥ അഘോരികൾ എന്നറിയുക. നമ്മൾ ഒരു ദിവസത്തെ ആഹാരത്തിന് വേണ്ടി കെട്ടിയാടുന്ന വേഷങ്ങളാണ് ഇതെന്ന് തിരിച്ചറിയുക. യഥാർത്ഥ അഘോരികൾ മഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് രുദ്രാക്ഷമാലകൾ കഴുത്തിലണിഞ്ഞ് താടിയും ജടപിടിച്ച മുടിയും വളർത്തി ഭസ്മക്കുറിയും സിന്ദൂരവും ചാർത്തി കമണ്ഡലവും തൃശൂലവും കൈയിലേന്തി കടഞ്ഞെടുത്ത ദേഹപ്രകൃതിയോടെ ഉറച്ച കാൽവെപ്പുകളുമായി നടന്നെടുക്കുന്ന അഘോരി സന്യാസിമാരെ അവരുടെ യഥാർത്ഥ തേജസ്സിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. അതിതീക്ഷ്ണമാണ് ഇവരുടെ കണ്ണുകൾ. ചോര പൊടിയുന്ന ആ നോട്ടം എതിരിട്ട് നിൽക്കുക സാധാരണ മനുഷ്യന് അപ്രാപ്യമാണ്. ആരെയും ശ്രദ്ധിക്കുകയോ ഭിക്ഷയാചിക്കുകയോ അഘോരികൾ ചെയ്യാറില്ല. ഈ കൂട്ടരെ കണ്ടെത്തുകയും ചെയ്യുക എളുപ്പമല്ല. കാശിയിലും ഉത്തരകാശിയിലും 9 ശക്തിപീഠങ്ങളിലും കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിലുമാണ് ഇവരെ കണ്ടെത്തുവാൻ സാധ്യത. ഉത്തരേന്ത്യയിലെ കൊടുങ്കാടുകളിലും ഹിമാലയത്തിലും ആണ് ഇവർ സ്ഥിരമായി കഴിയുന്നത്. അമാനുഷികമായ സിദ്ധികൾ പൊതുവേദികളിൽ പ്രദർശിപ്പിക്കാനോ പ്രഭാഷണങ്ങൾ നടത്താനോ ഇവർ ഒരിക്കലും തയ്യാറാവുകയില്ല. കടുത്ത യാഥാസ്ഥിതരായ അഘോരമാർഗത്തിൽ ജീവിക്കുന്ന ഒരു ചെറിയ വിഭാഗമാണ് അഘോരികൾ. ഈ സംഘവുമായി ചേർന്നതിന് ശേഷം അഘോരദിശ കൈവരിക്കാൻ കഴിയാതെ പുറന്തള്ളപ്പെട്ടവരാണ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ. ഇക്കൂട്ടർ കാബാലികരും ദുർമന്ത്രവാദം നടത്തുന്നവരും പലതരത്തിലുള്ള സ്വഭാവ വൈകൃതം ഉള്ളവരുമാണ്. ശരിക്കുള്ള അഘോരികളും കപട അഘോരികളും ഇടതുപക്ഷവും വലതുപക്ഷവുമായി ചേരിതിരിഞ്ഞ് ഇന്നത്തെ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. വലതുപക്ഷക്കാരായ വാമഭാഗികളാണ് യഥാർത്ഥ അഘോരികൾ. ആഘോരം എന്നാൽ ശിവൻ്റെ പഞ്ചമുഖങ്ങളിൽ തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന മുഖത്തിൻ്റെ പേരാണ്. അഘോരി, അഘോരം എന്നതൊക്കെ ശിവൻ്റെ പര്യായങ്ങളാണ്. ഈശാനം, തത്പുരുഷം, വാമദേവം, സാദ്യോജാതം എന്നിവയാണ് മറ്റു മുഖങ്ങൾ. ശിവചൈതന്യം ഉൾക്കൊള്ളുന്ന ഘോരവും അഘോരവും അഗ്നിയുടെ പര്യായങ്ങളാണ്. പ്രകൃതി ശക്തിയെ അറിയുക, പിന്നെ മന്ത്രതന്ത്രങ്ങളിലൂടെ ആ ശക്തിയെ വരുതിയിലാക്കാൻ പഠിക്കുക. ശക്തിയാണ് സൃഷ്ടിയുടെ കാരണം എന്ന തത്വത്തെ അധിഷ്ഠിക്കുന്ന അഘോരികൾ അടിസ്ഥാന മന്ത്രജപത്തിലൂടെ അഗ്നിയെയും നിയന്ത്രിക്കാൻ പഠിക്കുന്നു. അഘോരമന്ത്രങ്ങൾ 51 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ഈ ഓരോ അക്ഷരവും 1,00,000 തവണ ജപിച്ചാൽ മാത്രമേ മന്ത്രസിദ്ധി സാധ്യമാവൂ എന്ന് പറയപ്പെടുന്നു. അഘോരികൾ മാസത്തിൽ 3,00,000 തവണയെങ്കിലും ജപിക്കുന്ന ഗൗരി ബീജാക്ഷര മന്ത്രം ഗുരുവിൽ നിന്ന് വിധിപ്രകാരം നേടുന്ന ഒന്നാണ്. ഈ ത്രാടക പ്രയോഗം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു അഘോരിയുടെ കണ്ണുകൾ തീജ്വാല പോലെ തിളങ്ങി നിൽക്കും. മഹാമൃത്യുഞ്ജയ മന്ത്രം, ശ്രീചക്രം, വിജയശാലിനി മന്ത്രശക്തി, കൽപ്പനയോഗസിദ്ധി, ഖേചരി വിദ്യ, കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ എന്നിവ ഒക്കെ ഈ അഘോരികൾ അനുപമമായ സിദ്ധികളിൽ പെടുന്നവയാണ്. ക്രിയായോഗത്തിലും ഹഠയോഗത്തിലും പ്രാവീണ്യം നേടുന്ന അഘോരികൾ ക്രിയയോഗത്തിലെ രാജയോഗത്തിൽ സാക്ഷാത്കാരം നേടുന്നവരാണ്. പൂർണ്ണമായും അഘോരികളായ സന്യാസിവരന്മാർക്ക് പിന്നെയും 15 വർഷത്തെ എങ്കിലും കഠിനമായ പ്രവൃത്തി കൊണ്ട് നേടാവുന്ന മറ്റൊരു ക്രിയയാണ് ഖേചരി പ്രയോഗം.
നാക്കുകൊണ്ട് അണ്ണാക്കിൻ്റെ മേൽഭാഗം തുഴഞ്ഞ് തലയോടിൻ്റെ അവിടം വരെ ഉണ്ടാക്കുന്ന ദ്വാരത്തിൽ വിരലിട്ടാൽ സഹസ്രാരത്തെ തൊട്ടാൽ ഈ ക്രിയ പൂർണ്ണമായി. ഈ ക്രിയ പൂർത്തിയാക്കുന്നവർക്ക് അമാനുഷികമായ കഴിവുകൾ ഉണ്ടാകുന്നതായി ലാമകൾ സാക്ഷ്യപ്പെടുത്തുന്നു. മനുഷ്യചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് ഓരോ അഘോരി സന്യാസിമാരുടെയും മനഃശക്തി. പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങൾക്കും ഇവർക്ക് നൊടിയിടയിൽ നടത്തുവാൻ കഴിയും. അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായതായി പല കഥകളും നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. പരകായ പ്രവേശം നടത്തുവാൻ അഘോരികൾക്ക് കഴിയും. കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ അപാരമായ കഴിവാണ് ഇവർക്കുള്ളത്. സാധകന് സ്വന്തം ശരീരത്തെ തന്നെ അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് കുണ്ടലിനി യോഗം എന്ന് അറിയപ്പെടുന്നത്. ഈ വിദ്യ പരമശിവൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് എന്ന് പുരാണങ്ങളിൽ പറയപ്പെടുന്നു. ലഹരിമരുന്നുകളും മാംസഭക്ഷണവും അഘോരി മാർഗത്തിൽ അനുവദനീയമാണ്. പക്ഷേ എല്ലാം പരിമിതമായ അളവിൽ മാത്രം. രാത്രിയിൽ അഘോരികൾ ഉറങ്ങാറില്ല. മന്ത്രജപമാണ് ഈ സമയം നടത്തുക. സന്ധ്യാവന്ദനവും സൂര്യാരാധനയും കൃത്യമായി നടത്തുന്ന ഇവർ പ്രഭാതവന്ദനം കഴിഞ്ഞതിനു ശേഷമേ ഉറങ്ങാറുള്ളൂ. അഘോരികളുടെ മരണവും വിചിത്രമാണ്. തപശക്തിയുടെ മരണം മുന്നേ അറിയാൻ അവർക്ക് കഴിയും. ഈ സമയം ഒരു ശിഷ്യനെയും കൂട്ടി നിബിഡമായ വനത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പോയി ശിഷ്യനെ തനിക്ക് സ്വായത്തമായ എല്ലാ സിദ്ധികളും നൽകും. എന്നിട്ട് ജീവൻ വെടിയും. സമാധിയായ അഘോരിയുടെ തലയോട് ശിഷ്യന് അവകാശമുള്ളതാണ്. ഇത് സ്വന്തമായി ഉപയോഗിക്കുകയോ ചാമുണ്ഡി ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിൽ വയ്ക്കുകയോ ചെയ്യാം. പ്രാചീനകാല ചൈനീസ് സഞ്ചാരിയും പണ്ഡിതനുമായ ഹുയാൻ സാങ്ങിൻ്റെ ഇന്ത്യയെക്കുറിച്ചുള്ള യാത്രാ വിവരണങ്ങളിലും അഘോരികളെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു കഥയും ഒരു വിവരണവുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.